ഇസ്രായേൽ എന്ന രാജ്യമില്ലായിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാരൊക്കെ അധിനിവേശം നടത്തിയിരിക്കുന്നവരാണ്. അതായത് അവിടെ കുടിയേറി വന്നവരാണ്, കൈയടക്കിയവരാണ് എന്ന് ആണ് ഹമാസ് തീവ്രവാദ സംഘടനയും മറ്റ് ചുറ്റിലുമുള്ള പല അറബ് രാജ്യങ്ങളുമൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അടുത്തിടെ മെർനെപ്റ്റ സ്റ്റീൽ എന്ന ഒരു സ്മാരകത്തിൽ നിന്ന് കിട്ടിയ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിൽ കിട്ടിയ ശിലാഫലകങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് 3200 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ എന്ന ജനസമൂഹം ഉണ്ടായിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള തെളിവുകൾ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇസ്രായേൽ എന്ന ജനസമൂഹം 3200 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1208 AD മറ്റോ ആണ് ഈ പറഞ്ഞ ഈ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ. ഇസ്രായേൽ എന്ന ഒരു പരാമർശം, അതാണ് ഏറ്റവും ഇപ്പോൾ ഇസ്രായേലിനെ പറ്റി പഴക്കം ചെന്ന ഒരു ശാസ്ത്രീയ തെളിവ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. 3200 വർഷം മുമ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന ജനവിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മെർനെപ്റ്റ എന്ന ഫറവോ 1208 മറ്റോ അല്ലെ ആ ഒരു കാലഘട്ടത്തിൽ ഈ കാനാൻ ദേശം ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ കാനാൻ ദേശം കീഴടക്കാൻ വേണ്ടി ഉള്ള ഈ ഫറവോയുടെ ആ ഒരു യുദ്ധം, അതിൻ്റെ സ്മാരകമായിട്ട് പണിത് കാര്യങ്ങളിൽ നിന്നാണ് ഈ മെർനെപ്റ്റ സ്റ്റീൽ എന്ന് പറയുന്ന ഈ ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇസ്രായേൽ എന്ന ജനവിഭാഗം ഉണ്ടായിരുന്നു. ഈ മെർനെപ്റ്റ ഫറവോ കീഴടക്കാൻ പോയത് അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ സൂയസ് കനാൽ വരുന്നതിന് മുമ്പൊക്കെ ഈ ഈജിപ്റ്റും ഫറവോമാരുടെ നാടും അതുപോലെ കാനാൻ ദേശവും ഇസ്രായേൽ താമസിക്കുന്ന സ്ഥലവുമൊക്കെ കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അന്ന് ഇങ്ങനെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനവംശം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പലരും പറയുന്നത് 1948 ആണ് ഇസ്രായേൽ ഉണ്ടായത്. അത് ഈ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ അവർ ബലമായിട്ട്, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും അവരെല്ലാം കൂടെ കൂടി ബലമായിട്ട് അവർക്ക് കുറച്ച് സ്ഥലം കൊടുത്തതാണ്. എന്നിട്ട് ബാക്കി ലോകത്തുനിന്ന് എല്ലായിടത്തും ചിതറിക്കിടന്നിരുന്ന ജ്യൂസ് എല്ലാവരും കൂടെ അങ്ങോട്ട് വന്ന് അവരുടെ കുടിയേറിയതാണ്, അധിനിവേശമാണ് എന്നാണ് ഈ ഹമാസ് തീവ്രവാദികളും ഹിസ്ബുള്ള തീവ്രവാദികളും മറ്റു ചുറ്റിലുമുള്ള തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് റിവർ ടു സീ എന്നുള്ള പല ആപ്തവാക്യങ്ങളോ അല്ലെങ്കിൽ പ്രചരണങ്ങളോ ഒക്കെ നടത്തി ഇസ്രായേലുകളെ എങ്ങനെയെങ്കിലും കൊന്നൊടുക്കണം. അതുകൊണ്ടാണ് ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി അവിടുത്തെ സ്ത്രീകളെയും ആൾക്കാരെയൊക്കെ തട്ടിക്കൊണ്ടു പോവുകയും റേപ്പ് ചെയ്യുകയും ബന്ദികളാക്കി വെക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോഴും സാധിക്കുമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ തീവ്രവാദികളെല്ലാം തന്നെ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടായിരുന്നില്ല, ഞങ്ങളാണ് ഒറിജിനൽ എന്നുള്ളതാണ്. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. 3200 വർഷം മുമ്പ് തന്നെ ഇസ്രായേൽ ജനവിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ 1948 ഒരു കാര്യമല്ല. ഈ ഒരു മെർനെപ്റ്റ സ്റ്റീലിന് അല്ലെ മെർനെപ്റ്റ ഫറവോയുടെ ആ ഒരു കാലത്തിന് ശേഷമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം കിങ് ഡേവിഡ് സ്ഥാപിക്കുന്നതും അതിനുശേഷം ഡേവിഡും സോളമൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ജെറുസലേം ദേവാലയം സ്ഥാപിക്കുന്നു, ജെറുസലേം എന്ന ഒരു ക്യാപിറ്റലൊക്കെ സ്ഥാപിക്കുന്നതൊക്കെ. പിന്നീട് ഒരു തിയോഡേസിയൻ കോഡിൽ, അതായത് 428 AD ഒരു നമ്മുടെ റോമൻ എംപറർ അദ്ദേഹം ഈ ജ്യൂസിനെ പെർസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ തുടക്കം തിയോഡേസിയൻ കോഡിലാണ് 428 AD. അന്നത്തെ റോമൻ എംപററായിരുന്ന തിയോഡേസിയസ് അദ്ദേഹം പറഞ്ഞു ഈ ജ്യൂസിന്, അതായത് യഹൂദർക്ക് മിലിറ്ററിയിൽ ഒരു സ്ഥാനം കൊടുക്കാൻ പാടില്ല, ബ്യൂറോക്രസിയിൽ പാടില്ല, അങ്ങനെ അവരെ മാറ്റി നിർത്തണം, ഒരു ജോലിയും കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള അങ്ങനെ ആ ഒരു തിയോഡോസിയൻ കോഡിൻ്റെ ഫലമായിട്ട് 1600 വർഷം മുമ്പാണ് ഈ ജ്യൂസിൻ്റെ സിനഗോഗുകളൊക്കെ നശിപ്പിക്കപ്പെടാനും അവരെ ഇങ്ങനെ പെർസിക്യൂട്ട് ചെയ്യാനും ഒക്കെ ഉള്ള അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രദേശങ്ങളിൽ തുടങ്ങുകയും അത് പിന്നീട് 1948 വരെ പല സ്ഥലങ്ങളിൽ നമ്മുടെ നാസി ജർമ്മനിയിലോ റഷ്യയിലെ പ്രോഗ്രോംസും അങ്ങനെ സ്പാനിഷ് ഇൻക്വിസിഷനുമൊക്കെ ഈ ജ്യൂസിനെ, യഹൂദരെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന നടപടികളായിരുന്നു. പക്ഷേ 48 തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാവരും കൂടി ആക്രമിച്ചു. പക്ഷേ അവർ ചെറുത്തു നിന്നു.
അത് കഴിഞ്ഞ് ഇപ്പോഴും അത് തുടരുന്നു. കാരണം ഈ ജ്യൂസ് അവിടെ കുടിയേറിയവരാണെന്ന്. പക്ഷേ അല്ല എന്നുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് പണ്ടേ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനവിഭാഗമുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നും അവിടെയുള്ളത്. അതുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്നു, അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കാനാൻ ദേശത്തിൻ്റെ ഒക്കെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത് യഹൂദരാണ്, ഇസ്രായേൽ വംശജരാണ് എന്ന് ഇനി ലോകം അംഗീകരിച്ചേ പറ്റൂ.